Good morning students. ഇന്ന് നമുക്ക് ഇൻകം ടാക്സ് മൊഡ്യൂൾ 1 ബേസിക് കൺസെപ്റ്റ്സിനെ കുറിച്ച് അറിയാം. ഇൻകം ടാക്സ് ഫസ്റ്റ് ആയിട്ടാണ് നമ്മൾ 5th സെമിസ്റ്ററിൽ പഠിക്കാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കോഴ്സിൽ BCOM സ്റ്റുഡൻസ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളാണ് ബേസിക് കൺസെപ്റ്റ്സ്. ഇതിൽ നമുക്ക് ഓരോ ടേംസിൻ്റെ ഡെഫിനേഷൻ എന്തൊക്കെയാണ്, അതിൻ്റെ മീനിങ് എന്താണെന്നാണ് നമ്മൾ അറിയാനിരിക്കുന്നത്. സോ ലെറ്റ് സ്റ്റാർട്ട് അവർ ചാപ്റ്റർ. ഫസ്റ്റ്, എന്താണ് ടാക്സ്? ടാക്സ് എന്ന് പറയുന്നത് tax is the primary source of revenue of government. Government is the primary source of revenue. Tax government citizens in the collect as their primary source. അവർക്കുള്ള റവന്യൂ ജനറേറ്റിംഗ് പ്രൈമറി സോഴ്സ് ആണ് ടാക്സ് എന്നാണ് പറയുന്നത്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് കളക്ട് ചെയ്യുന്നത് വെച്ചാൽ പബ്ലിക് വെൽഫെയറിന് വേണ്ടിയിട്ട്, പബ്ലിക് വെൽഫെയറിൻ്റെ എക്സ്പെൻഡിച്ചറിന് വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് സിറ്റിസൺസിൻ്റെ അടുത്ത് നിന്ന് കളക്ട് ചെയ്യുന്നത്. പിന്നെ എന്താ പറയുന്നത്, ഗവൺമെൻറ് ലെവി ചെയ്യുന്നു ടാക്സസ് എന്നാണ്. ലെവി മീൻസ് ഇമ്പോസ് ചെയ്യുന്നു, അല്ലെങ്കിൽ റൂൾസ് ഉണ്ടാക്കുന്നു. എല്ലാവരും നിർബന്ധമായിട്ട് അടച്ചിരിക്കണം എന്നുള്ള റൂൾ, അല്ലെങ്കിൽ ഇമ്പോസ് ചെയ്യുക എന്ന് പറയും. അപ്പോൾ ഗവൺമെൻറ് ഇമ്പോസ് ചെയ്യുന്നു ടാക്സ് ഏതിൻ്റെ മുകളിലൊക്കെ, ഇൻകത്തിൻ്റെ മുകളിൽ, പിന്നെ ബിസിനസ് പ്രോഫിറ്റ്സിൻ്റെ മുകളിൽ, പിന്നെ വെൽത്തിൻ്റെ മുകളിൽ. ആർക്കെങ്കിലും ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇൻകത്തിൻ്റെ മുകളിൽ ടാക്സ് അടയ്ക്കേണ്ടി വരും. അതേപോലെ ബിസിനസ്സിൽ പ്രോഫിറ്റ്സ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിലും ടാക്സ് അടയ്ക്കേണ്ടി വരും. പിന്നെ വെൽത്ത്, ആർക്കെങ്കിലും സ്വത്ത് എന്തെങ്കിലും വെൽത്ത് കാര്യമായിട്ടുണ്ടെങ്കിൽ അവർക്കും നമ്മൾ ഈ ബിൽഡിംഗ് ടാക്സ് ഒക്കെ അടയ്ക്കുന്ന പോലെ, ലാൻഡ് ടാക്സ് ഒക്കെ അടയ്ക്കുന്ന പോലെ അത് വെൽത്തിൻ്റെ മുകളിലാണ് അടയ്ക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ടാക്സ് ഗവൺമെൻറ് കളക്ട് ചെയ്യുന്നതാണെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ പിന്നെ എങ്ങനെ കളക്ട് ചെയ്യുക വെച്ചാൽ കോസ്റ്റ് ടു ആഡ് ടു ഇറ്റ് കോസ്റ്റ്. ഒരു കൊമോഡിറ്റി ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഗുഡ്സോ സർവീസസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ കോസ്റ്റിനോടൊപ്പം ടാക്സിൻ്റെ ചാർജും കൂടി ആഡ് ചെയ്തിട്ടും കൂടിയാണ് കളക്ട് ചെയ്യുക. ഓക്കെ, ഫോർ ഗുഡ്സ് സർവീസസ് ആൻഡ് ട്രാൻസാക്ഷൻസ് നടത്തുന്നുണ്ടെങ്കിലും സർവീസസ് നടത്തുന്നുണ്ടെങ്കിലും ഗുഡ്സ് എന്തെങ്കിലും വാങ്ങുന്നുണ്ടെങ്കിൽ അതിൻ്റെ കോസ്റ്റിനോടൊപ്പം ടാക്സും കൂടി ആഡ് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുക. അതിൻ്റെ എക്സാമ്പിൾ GST ആണ്. നമ്മൾ ഒരു കമ്മോഡിറ്റി പർച്ചേസ് ചെയ്ത് അതിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ കോസ്റ്റിൻ്റെ ഒപ്പം ടാക്സ് GST ആഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്താ പറയുക റീറ്റെയിലറിന് കൊടുക്കുക. ശരിയല്ലേ? നെക്സ്റ്റ്, ടാക്സ് എന്ന് പറയുന്നത് 2 ടൈപ്സ് ഓഫ് ടാക്സ് ആണുള്ളത്. ഒന്ന് ഡയറക്റ്റ് ടാക്സ്, ഒന്ന് ഇൻഡയറക്റ്റ് ടാക്സ്. ഡയറക്റ്റ് ടാക്സ് മീൻസ് ഡയറക്റ്റ്ലി ഗവൺമെൻറ്റിന് അടയ്ക്കുന്നതാണ്, ഡയറക്റ്റ്ലി ടു ദ ഗവൺമെൻറ്. ഓക്കെ, സിറ്റിസൺ ടു ദ ഗവൺമെൻറ് അടയ്ക്കുന്നത്, ഡയറക്റ്റ്ലി അടയ്ക്കുന്നതാണ് ഡയറക്റ്റ് ടാക്സ്. പക്ഷേ ഇൻഡയറക്റ്റ് ടാക്സ് സിറ്റിസൺ ടു അതർ സിറ്റിസൺ ദെൻ ടു ഗവൺമെൻറ് അങ്ങനെ അടയ്ക്കുന്നത്. മീൻസ് ഇൻഡയറക്റ്റ്ലി ഗവൺമെൻറ്റിലേക്ക് പോകുന്ന ടാക്സ് ആണ് ഇൻഡയറക്റ്റ് ടാക്സ്. ഓക്കെ, സോ ലെറ്റ്സ് സീ ദ ഡിഫറൻസ്. എന്താണ് ഡിഫറൻസ് പറയുന്നത്? ടാക്സ് ഈസ് ദ ടാക്സ് വിച്ച് ഈസ് ഡയറക്റ്റ്ലി ലെവിഡ് ബൈ ദ ഗവൺമെൻറ് ഓൺ ദ സിറ്റിസൺസ് ഓഫ് ദ കൺട്രി. ഡയറക്റ്റ്ലി ഗവൺമെൻറ് ലെവി ചെയ്യുന്ന കൺട്രിയിലെ സിറ്റിസൺസിൻ്റെ മുകളിൽ ഡയറക്റ്റ്ലി ലെവി ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഡയറക്റ്റ് ടാക്സ്. ഓക്കെ, നെക്സ്റ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ്ലി ലെവി ചെയ്യുന്നു. മീൻസ് ഗവൺമെൻറ് ഇൻഡയറക്റ്റ്ലി ഒരാളുടെ മുകളിൽ ഇമ്പോസ് ചെയ്യുന്ന ടാക്സ് ആണ് ഇൻഡയറക്റ്റ് ടാക്സ്. പിന്നെ പറയുന്നത് ഡയറക്റ്റ് ടാക്സ് കളക്റ്റഡ് ഓൺ റെഗുലർ ബേസിസ്. ഡയറക്റ്റ് ടാക്സ് എന്താണ്? റെഗുലർ ബേസിസിൽ കളക്ട് ചെയ്യപ്പെടും. ആനുവലി അല്ലെങ്കിൽ മന്ത്ലി അങ്ങനെ ആയിട്ടായിരിക്കും കളക്ട് ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഇൻഡയറക്റ്റ് ടാക്സ് അങ്ങനെയല്ല. ഇൻഡയറക്റ്റ് ടാക്സ് ആർ കളക്റ്റഡ് ഓൺ ആൻ ആക്ടിവിറ്റി. ഒരു ആക്ടിവിറ്റി നടത്തുമ്പോഴോ, അല്ലെങ്കിൽ ഒരു കമ്മോഡിറ്റി പർച്ചേസ് ചെയ്യുമ്പോഴോ, അല്ലെങ്കിൽ ഒരു സർവീസ് റെൻഡർ ചെയ്യുന്ന സമയത്ത് ആയിരിക്കും ഇൻഡയറക്റ്റ് ടാക്സ് കളക്ട് ചെയ്യുന്നുണ്ടാവാം. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് എക്സാമ്പിൾസ് ആണ്. ഇൻകം ടാക്സ്, വെൽത്ത് ടാക്സ്, സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി, കസ്റ്റം ഡ്യൂട്ടി ആൻഡ് സർവീസ് ടാക്സ്. ഇതൊക്കെയാണ് എക്സാമ്പിൾസ് ഓഫ് ഡയറക്റ്റ് ടാക്സ്. ഇതിൽ നമ്മുടെ ചാപ്റ്റർ നമ്മൾ പഠിക്കാനുള്ളത് ഇൻകം ടാക്സ് മാത്രമാണ്. അപ്പോൾ ഇത് എന്താണ്? ഡയറക്റ്റ് ടാക്സ് ആണ്. പക്ഷേ ഇൻഡയറക്റ്റ് ടാക്സ് GST, VAT, ഇൻപുട്ട് ടാക്സ് ഇതൊക്കെ എന്താണ്? ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. GST ആണ് നമുക്ക് മെയിൻലി പഠിക്കാനുള്ളത്. ഇതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട് GSTയിൽ ഇപ്പോൾ. അപ്പോൾ വെറും GST ആണ് നമുക്ക് മെയിനായിട്ട് ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ എക്സാമ്പിളായിട്ട് പറയാനുള്ളത്. നെക്സ്റ്റ് പറയുന്നത് ഫിനാൻസ് ആക്ട് എന്താണ്? അതായത് ഫിനാൻസ് ആക്ട് എല്ലാ വർഷവും എവറി ഇയർ ദ ഫിനാൻസ് മിനിസ്റ്റർ നമ്മുടെ ഓഫ് ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യൻ ഗവൺമെൻറ്റിൽ ഫിനാൻസ് മിനിസ്റ്റർ എന്ത് ചെയ്യുക? പ്രസൻസ് ദ ബഡ്ജറ്റ് ടു ദ പാർലമെൻറ്റിൽ ബഡ്ജറ്റ് പ്രസൻറ്റ് ചെയ്യും. ഓക്കെ, എല്ലാ വർഷം ഇന്ത്യൻ ഗവൺമെൻറ്റിലെ ഫിനാൻസ് മിനിസ്റ്റർ ആരാണോ അവർ എന്ത് ചെയ്യും? എല്ലാ വർഷം പാർലമെൻറ്റിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കും. പ്രസൻസ് മീൻസ് അവതരിപ്പിക്കുമ്പോൾ once the finance bill is approved,
ഫസ്റ്റ് ആ ബില്ല് അപ്രൂവ് ആയി കഴിഞ്ഞാൽ ബൈ ദ പാർലമെൻറ്റ് ആൻഡ് ഗെറ്റ്സ് ദ അസെൻറ്റ് ഓഫ് ദ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ. അതിൽ പ്രസിഡൻറ്റിൻ്റെ ഒപ്പം അപ്രൂവലും കൂടി കിട്ടിക്കഴിഞ്ഞാൽ അതെന്താവുന്നു, ആ വർഷത്തെ ഫിനാൻസ് ആക്റ്റായി മാറുന്നു. അപ്പോൾ ഫിനാൻസ് ആക്ട് ആരാണ് അപ്രൂവ് ചെയ്യുന്നത്? പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ അറ്റ് പാർലമെൻറ്റ്. ഓക്കെ, പാർലമെൻറ്റിൽ പ്രസിഡൻറ്റ് ചെയ്ത ഫിനാൻസ് ബില്ല് പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യയുടെ അപ്രൂവൽ ഉണ്ടെങ്കിൽ അത് എന്തായി മാറുന്നു? ഫിനാൻസ് ആക്റ്റായി മാറുകയാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ പറയുന്നത് ഇൻകം ടാക്സ് റൂൾസ്. ഇൻകം ടാക്സ് റൂൾസ് പറയുന്നത് ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഡയറക്റ്റ് ടാക്സസ്. ഈ ഡയറക്റ്റ് ടാക്സസിൻ്റെ അഡ്മിനിസ്ട്രേഷൻ നടക്കുന്നത് എവിടെയാണ്? CBDT, സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സസ്. സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ് ആണ് അതോറിറ്റി ഓഫ് ഇൻകം ടാക്സ്. ഓക്കെ, അവിടെ നിന്നാണ് എല്ലാ റൂൾസും റെഗുലേഷൻസും ഒക്കെ ഫ്രെയിം ചെയ്യുന്നത്. CBDT ആണ് ഫ്രെയിം ചെയ്യുക, റൂൾസും റെഗുലേഷൻസും ഒക്കെ ഉണ്ടാക്കുക. ഓരോ സമയത്ത് ആവശ്യമുള്ള സമയത്തൊക്കെ ഉണ്ടാക്കുന്ന റൂൾസും റെഗുലേഷൻസും ഒക്കെ CBDT ആണ് ഉണ്ടാക്കുക. പിന്നെ ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യും ആർക്ക്? ടു ദ ഓഫീസേഴ്സ് ആൻഡ് SSC ഓർ SSC ഓഫീസേഴ്സ്, അസസിങ് ഓഫീസേഴ്സിനും അല്ലെങ്കിൽ SSCക്ക് എന്ത് ചെയ്യും? അവർ ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ആരാണ് അസസിങ് ഓഫീസേഴ്സ്? നമ്മുടെ ഇൻകം ടാക്സ് അതോറിറ്റീസ് ആണ് അസസിങ് ഓഫീസേഴ്സ്. ആരാണ് SSC? ടാക്സ് പേ ചെയ്യുന്ന ആൾക്കാരാണ് SSC എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഗൈഡൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ആരാ പ്രൊവൈഡ് ചെയ്യുന്നത്? CBDT ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. റിഗാർഡിംഗ് ദ ഡൗട്ട്സ് ആൻഡ് ക്ലാരിഫിക്കേഷൻ ഓഫ് പ്രൊവിഷൻസ്. എന്തിനെ കുറിച്ചാണ്? ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ, അത് ക്ലാരിഫിക്കേഷൻസ് എന്തെങ്കിലും ആവശ്യം വരുവാണെങ്കിൽ അത് ഈ ഓഫീസേഴ്സിനും അസസിങ് ഓഫീസേഴ്സിനും SSCക്ക് വേണ്ടിയിട്ട് CBDT എല്ലാ ടൈം ടു ടൈം റൂൾസും ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യും, ഗൈഡൻസും പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് നമുക്ക് ഹിസ്റ്ററി ഓഫ് ഇൻകം ടാക്സിലേക്ക് നോക്കാം. ഇന്ത്യയിൽ ഇൻകം ടാക്സ് വന്നത് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടത് ഇന്ത്യയിൽ ഫസ്റ്റ് ടൈം ഇൻ 1816 ബൈ സർ ജെയിംസ് വിൽസൺ. സർ ജെയിംസ് വിൽസൺ ആണ് ഇത് ഫസ്റ്റായിട്ട് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1860 ഇൻ ഓർഡർ ടു മീറ്റ് ദ ലോസസ് സസ്റ്റെയിൻഡ് ബൈ ദ ഗവൺമെൻറ്. എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? ഇൻ ഓർഡർ ടു മീറ്റ് ദ ലോസസ്. ആ സമയത്ത് 1860 സമയത്ത് എന്ത് ചെയ്യേണ്ടതെന്ന് കുറച്ച് ലോസ് സഫർ ചെയ്യേണ്ടി വന്നു ഗവൺമെൻറ്റിന്. ആ ലോസ് നികത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? സർ ജെയിംസ് വിൽസൺ 1860 ഇന്ത്യയിൽ ടാക്സിൻ്റെ പ്രൊസീജിയർ ആരംഭിച്ചു. ടാക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തു, ഇൻകം ടാക്സ്. അതിനുശേഷം കുറേ വർഷങ്ങളിൽ ഇത് അമെൻമെൻറ്റ്സ് നടന്നുകൊണ്ടിരുന്നു. കുറേ വർഷങ്ങളിൽ ഇത് കുറേ മാറ്റങ്ങൾ ഈ ടാക്സിൽ എല്ലാം. വട്ട് ഡു യു മീൻ ബൈ അമെൻമെൻറ്റ്സ്? പറഞ്ഞാൽ എന്തെങ്കിലും ലോയില്, പിന്നെ നിയമങ്ങളിൽ എന്തെങ്കിലും ആഡ് ചെയ്യുകയോ അതോ ഡിലീറ്റ് ചെയ്യുകയോ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് അമെൻമെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ആഡ് ചെയ്യുക അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യുക. ആ നിയമപുസ്തകത്തിൽ നിന്ന് ആ ഒരു ക്ലോസ് അല്ലെങ്കിൽ ആ ഒരു നിയമം ആഡ് ചെയ്യുക അല്ലെങ്കിൽ വേറൊരു നിയമം ആഡ് ചെയ്യുക അല്ലെങ്കിൽ ഉള്ള നിയമത്തിനെ ഡിലീറ്റ് ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് അമെൻമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 1860 കഴിഞ്ഞതിന് ശേഷം കുറേ അമെൻമെൻറ്റ്സുകൾ നടന്നു എന്നാണ് പറയുന്നത്. ഒരു സമയാസമയം ഓരോ അമെൻമെൻറ്റ്സ് നടന്നു. അതിനുശേഷം എന്ത് സംഭവിച്ചു? ഇന്ത്യ അപ്പോയിൻറ്റ് ചെയ്തു അതിനെ ഡയറക്റ്റ് ടാക്സസ് അഡ്മിനിസ്ട്രേഷൻ എൻക്വയറി കമ്മിറ്റി. ഒരു കമ്മിറ്റി രൂപീകരിച്ചു. എന്തായിരുന്നു അതിൻ്റെ പേര്? ഡയറക്റ്റ് ടാക്സസ് അഡ്മിനിസ്ട്രേഷൻ എൻക്വയറി കമ്മിറ്റി എന്നായിരുന്നു അതിൻ്റെ പേര്. അതൊരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് ആയിരുന്നു ആ കമ്മിറ്റി ഫോം ചെയ്തത്. അവർ സബ്മിറ്റ് ചെയ്തു, അതിൻ്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു 1956. അതിനുശേഷം ഫൈനലി അത് അപ്രൂവ് ആയപ്പോൾ 1961 ആക്ട് പാസ്സായത്. ഈ റിപ്പോർട്ടിന് അപ്രൂവൽ കിട്ടിയപ്പോൾ എന്തുണ്ടായി? ആ റിപ്പോർട്ടിന് അപ്രൂവൽ കിട്ടിയ ശേഷം ആക്ട് നിലവിൽ വന്നത് 1961. അപ്പോൾ ഇൻകം ടാക്സ് ആക്ട് 1961 ഇപ്പോൾ ഇന്ത്യയിൽ പ്രിവെയിൽ ചെയ്യുന്നത്. ഇൻകം ടാക്സ് 1961 റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് നടന്നുകൊണ്ട് ഇരിക്കുന്നത്. ഇന്ത്യ ഫോളോ ചെയ്യുന്നത് ഇൻകം ടാക്സ് ആക്ട് 1961 ആണ്. സോ നെക്സ്റ്റ് സ്ലൈഡ് പറയുന്നത് കുറച്ച് ഡെഫിനേഷൻസ് ആണ്. ഡെഫിനേഷൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ആണ് SSC. ആരാണ് SSC എന്ന് നേരത്തെ പറഞ്ഞു? എനി പേഴ്സൺ ഹു ഹാസ് ദ ലയബിലിറ്റി ടു പേ ടാക്സ് ഓർ എനി പേഴ്സൺ ഹു ഹാസ് ദ ലയബിലിറ്റി ടു പേ ദ ടാക്സ്. ഓക്കെ, ഏതേ ഒരു പേഴ്സണും അയാൾ ടാക്സ് പേ ചെയ്യാൻ ലയബിൾ ആണെങ്കിൽ അയാൾ അണ്ടർ ദിസ് ആക്ട്, ഈ ആക്ടിൻ്റെ അണ്ടറിൽ ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു പേഴ്സൺ ടാക്സ് പേ ചെയ്യാൻ നിർബന്ധിതനാണെങ്കിൽ അയാളിനെ നമ്മൾ എന്ത് വിളിക്കും? SSC എന്ന് പറയും. ഓക്കെ,
നെക്സ്റ്റ് പിന്നെ അതിനാണ് അസസ് ചെയ്യുക. എവറി പേഴ്സൺ ഇൻ റെസ്പെക്ട് ഓഫ് എനി പ്രൊസീഡിങ്സ് അണ്ടർ ദിസ് ആക്ട് ഹാസ് ബീൻ ടേക്കൻ. ഈ ഒരു ആക്ടിൻ്റെ അണ്ടറിൽ വേറെ എന്ത് പ്രൊസീഡിങ്സും നടക്കുന്ന ഒരാളാണെങ്കിലും ഓക്കെ, നടക്കുന്ന എല്ലാ ആളുകൾ ഓക്കെ, ഈ അണ്ടർ ദിസ് ആക്ട്, ഈ ആക്ടിൻ്റെ അണ്ടറിൽ എന്ത് പ്രൊസീഡിങ്സും നടക്കുന്ന ഓരോ ആൾക്കാരും എന്തായിരിക്കും, ഹാസ് ബീൻ ടേക്കൻ ഫോർ ദ അസസ്മെൻറ്റ് ഓഫ് ഹിസ് ഇൻകം ഓർ ലോസ് ഓർ ദ amount of refund due to him. പറഞ്ഞാൽ ഈ പറയുന്ന ആൾക്കാർ വെദർ ഹി ഈസ് ലൈബിൾ ഫോർ എനി ടാക്സ്, ഇൻട്രസ്റ്റ് ഓർ പെനാലിറ്റി. ഈ പറയുന്ന ആൾക്കാർ എനി പ്രൊസീഡിങ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് അയാൾ ടാക്സ് അടയ്ക്കുന്ന ആളാണെങ്കിലും ഇൻട്രസ്റ്റ് പേ ചെയ്യാനുള്ള ആളാണെങ്കിലും പെനാലിറ്റി അടയ്ക്കേണ്ട ആളാണെങ്കിലും അയാൾക്കുള്ള അസസ്മെൻറ്റ് നടക്കണമെങ്കിൽ അയാളുടെ ഇൻകത്തിൻ്റെ മുകളിൽ, ഇൻകം അല്ലെങ്കിൽ ലോസിൻ്റെ മുകളിൽ അയാൾക്ക് റീഫണ്ടോ അല്ലെങ്കിൽ അസസ്മെൻറ്റ് നടക്കണമെങ്കിൽ ആ ഒരാളിനെ, ആ എല്ലാ ആൾക്കാരിനെ നമ്മൾ എന്ത് വിളിക്കും, അസസി എന്ന് പറയും. ഓക്കെ, നെക്സ്റ്റ് വൺ പറയുന്നത് എവറി പേഴ്സൺ ഹു ഈസ് ഡീംഡ് ടു ബി ആൻ അസസി അണ്ടർ എനി പ്രൊവിഷൻ ഓഫ് ദിസ് ആക്ട്. എല്ലാ പേഴ്സൺസും പിന്നെ ഡീംഡ് അസസി ആണെങ്കിൽ എന്താണ് ഈ ഡീംഡ് അസസി? നമുക്ക് നെക്സ്റ്റ് ഡെഫിനേഷൻ ഡീംഡ് അസസി നോക്കാനുള്ളതാണ്. അസസി 3 തരത്തിലാണ് കേട്ടോ ഉള്ളത്. ഫസ്റ്റ് വൺ അസസി, ഡീംഡ് അസസി ആൻഡ് അസസി ഇൻ ഡിഫോൾട്ട്. ഓക്കെ, ഫസ്റ്റ് അസസി പറയുന്നത് ആരൊക്കെയാവാം? ദോസ് ഹു ആർ ലൈബിൾ ടു പേ ദ ടാക്സ് ആൻഡ് ദോസ് ഹു ആർ റെസ്പെക്ട് ഓഫ് എനി പ്രൊസീഡിങ്സ്. എന്തെങ്കിലും പ്രൊസീഡിങ്സ് ഈ ടാക്സിൻ്റെ അണ്ടറിൽ, ഇൻകം ടാക്സ് ആക്ടിൻ്റെ അണ്ടറിലുള്ള ഏത് ആൾക്കാരും അവരും എന്താണ് അസസി ആയിട്ട് കരുതപ്പെടും. പിന്നെ ആരാണ് ഡീംഡ് അസസി വല്ലവരും ഉണ്ടെങ്കിൽ അവരും എന്താണ് അസസി ആണ് എന്നാണ് പറയുന്നത്. ഡീംഡ് അസസി പറഞ്ഞാൽ ഒരാൾക്ക് സപ്പോസ് ഒരാൾക്ക് വേണ്ടിയിട്ട് മറ്റൊരാൾ എന്ത് ചെയ്യുന്നു, ഗവൺമെൻറ്റിന് ടാക്സ് അടയ്ക്കുന്നു. ഓക്കെ, ഫസ്റ്റ് ആൾക്ക് വേണ്ടിയിട്ട് സെക്കൻഡ് ആൾ ഗവൺമെൻറ്റിന് ടാക്സ് അടയ്ക്കുമ്പോൾ എന്തുണ്ടാവണം, ഇയാളിനെയാണ് ഡീംഡ് അസസി എന്ന് പറയാം. ഡീംഡ് അസസി എന്ന് പറയുന്നത് നമ്മൾ. ഓക്കെ, ഡീംഡ് അസസി എന്ന് പറയുന്നത്. സോ ഒരാൾക്ക് വേണ്ടിയിട്ട് എവറി പേഴ്സൺ ഹു ഇസ് എ ഡീംഡ് അസസി, എവറി പേഴ്സൺ ഹു ഇസ് എ ഡീംഡ് ടു ബി ആൻ അസസി അണ്ടർ എനി പ്രൊവിഷൻ ഓഫ് ദിസ് ആക്ട്. ഈ ആക്ടിൻ്റെ അണ്ടറിൽ അയാളൊരു ഡീംഡ് അസസി ആയിട്ടാണ് നിൽക്കുന്നുണ്ടെങ്കിൽ അയാളിനെ നമ്മൾ എന്ത് പറയും, അസസി എന്ന് പറയും. ഓക്കെ, അയാളിനെ നമ്മൾ എന്ത് പറയും, അസസി എന്ന് പറയും. സോ നെക്സ്റ്റ് സ്ലൈഡ് പറയാം വാട്ട് ഈസ് ഡീംഡ് അസസി. അപ്പോൾ ഡീംഡ് അസസി ആകുമ്പോൾ കൂടി എന്താണ് പറയുക, എ പേഴ്സൺ ഹു ഈസ് ഡീംഡ് ടു ബി ആൻ അസസി ഫോർ സം അതർ പേഴ്സൺ. വേറൊരാൾക്ക് വേണ്ടിയിട്ട് പേഴ്സൺ എന്താ പറയുക, ടാക്സ് അടയ്ക്കേണ്ടി വരുന്ന ഒരു അസസി അല്ലെങ്കിൽ അസസി ആയി മാറുന്ന ഒരാളിനെ നമ്മൾ എന്ത് പറയും, ഡീംഡ് അസസി എന്ന് പറയും. അടുത്തതാണ് അസസി ഇൻ ഡിഫോൾട്ട്. അസസി ഇൻ ഡിഫോൾട്ട് എന്താണെന്ന് ഞാൻ പറഞ്ഞു. 3 തരമാണ് അസസികൾ ഉള്ളത്. ഒന്ന് അസസി, ഒന്ന് ഡീംഡ് അസസി, ഒന്ന് അസസി ഇൻ ഡിഫോൾട്ട്. എന്താണ് അസസി ഇൻ ഡിഫോൾട്ട്? വെൻ എ പേഴ്സൺ ഈസ് റെസ്പോൺസിബിൾ ഫോർ ഡൂയിങ് എനി വർക്ക് അണ്ടർ ദ ഇൻകം ടാക്സ് ആക്ട്. ഓക്കെ, ഒരു ആൾ ഈ ആക്ടിൻ്റെ അണ്ടറിൽ എന്തെങ്കിലും ചെയ്യാൻ ലൈബിളായി, മീൻസ് സപ്പോസ് എന്തെങ്കിലും ഇൻകം ജനറേറ്റ് ചെയ്തു എന്നിട്ട് അയാളോട് ഗവൺമെൻറ് ടാക്സ് അടയ്ക്കാൻ പറഞ്ഞു. പക്ഷേ അയാൾ ആൻഡ് ഹി ഫെയിൽസ് ടു ഡു ഇറ്റ്. പക്ഷേ അയാൾ ടാക്സ് അടയ്ക്കാൻ പറ്റിയില്ല. അയാളുടെ അടുത്തൊരു ഡ്യൂ ഡേറ്റ് ഉണ്ടായിരുന്നു. ആ ഡ്യൂ ഡേറ്റിൻ്റെ ഉള്ളിൽ ഇൻകം ടാക്സ് ആക്ട് പറഞ്ഞു നിങ്ങൾ ഇൻകം ഇത്ര ജനറേറ്റ് ചെയ്യുന്നുണ്ട്, അത് കാരണം കൊണ്ട് നിങ്ങൾ ഇന്ന ഡേറ്റിൻ്റെ ഉള്ളിൽ ടാക്സ് അടയ്ക്കണം എന്ന് പറഞ്ഞു. പക്ഷേ അയാൾ ടാക്സ് അടയ്ക്കാൻ പറ്റിയില്ല. അങ്ങനെ ഒരു കേസ്, ആ ഡ്യൂ ഡേറ്റ് കഴിഞ്ഞ് ആ ദിവസം മുതൽ അയാൾ എന്തായി മാറുന്നു, അസസി ഇൻ ഡിഫോൾട്ട്. കാരണം അയാൾക്ക് ഡിഫോൾട്ട് അസസിയാണ്. അയാൾ ടാക്സ് അടയ്ക്കാൻ പറ്റാത്ത ഒരാളായി മാറി. ഡ്യൂ ഡേറ്റ് കഴിഞ്ഞതിന് ശേഷം അയാൾ ടാക്സ് അടച്ചില്ലെങ്കിൽ അയാളെ നമ്മൾ പറയാം അസസി ഇൻ ഡിഫോൾട്ട്. ഓക്കെ, ഈസ് എ അസസി ഇൻ ഡിഫോൾട്ട്. അടുത്തത് അപ്പോൾ എന്താണ് അസസ്മെൻറ്റ്? സെക്ഷൻ 280 പ്രകാരം അസസ്മെൻറ്റ് എന്താണ്? അസസ്മെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പ്രൊസീജിയർ. എന്താണ് അസസ്മെൻറ്റ് എന്ന് പറയുന്നത്? ഒരു പ്രൊസീജിയറാണ്. ആ പ്രൊസീജിയർ എന്താണ് ചെയ്യുക? ആ പ്രൊസീജിയറിൽ എന്തൊക്കെയാണ് സംഭവിക്കുക? ബൈ വിച്ച് ദ ഇൻകം ഓഫ് ആൻ അസസി, ഒരു അസസിയുടെ ഇൻകം ഡെറ്റർമൈൻ ചെയ്യപ്പെടുന്നു ബൈ ആൻ അസസിങ് ഓഫീസർ. ഒരു അസസിങ് ഓഫീസർ അസസിയുടെ ഇൻകം ഡെറ്റർമൈൻ ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് അസസ്മെൻറ്റ്. ഓക്കെ, സോ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? ഒരു അസസിങ് ഓഫീസർ
ഒരു അസസിങ് ഓഫീസർ ഒരു SSCയുടെ ഇൻകത്തിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് അസസ്മെൻറ്റ്. ഓക്കെ, പ്രോസസ്സാണ് അസസ്മെൻറ്റ്. ഓക്കെ, സോ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? വീണ്ടും ഒന്നുകൂടി പറയാം. അസസിങ് ഓഫീസർ SSCയുടെ ഇൻകത്തിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന പ്രോസസ്സാണ് അസസ്മെൻറ്റ്. ഓക്കെ, അടുത്തത് പറയുന്നത് അസസ്മെൻറ്റ് ഇയർ ആണ്. സെക്ഷൻ 2(9) പ്രകാരം അസസ്മെൻറ്റ് ഇയർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഇയർ ഇൻ വിച്ച്, ഇതൊരു ഇയർ ആണ്, ഇൻ വിച്ച് ഇൻകം ഓഫ് ദ പ്രീവിയസ് ഇയർ ഈസ് ചാർജ് ടു ടാക്സ്. ഇവിടെ ഒരു ഇയറിനെ കുറിച്ചാണ് പറയുന്നത്. അസസ്മെൻറ്റ് ഇയർ ഒരു ഇയറിനെ കുറിച്ചാണ് പറയുന്നത്. അവിടെ ഇൻകം ഓഫ് പ്രീവിയസ് ഇയറിൽ എന്തൊക്കെ ഇൻകം ആണോ ജനറേറ്റ് ചെയ്തിരിക്കുന്നത് അതിനൊക്കെ എന്ത് ചെയ്യപ്പെടും? ടാക്സ് ചാർജ് ചെയ്യപ്പെടും. അപ്പോൾ എന്താണ്, പ്രീവിയസ് ഇയറിൽ എന്തൊക്കെ ഇൻകം ആണോ ജനറേറ്റ് ചെയ്തിരിക്കുന്നത് അതൊക്കെ എന്ത് സംഭവിക്കും? ടാക്സ് ചാർജ് ചെയ്യപ്പെടും. അപ്പോൾ അതാണ് അസസ്മെൻറ്റ് ഇയർ. ഇതൊക്കെ നടക്കുന്നത് ഏത് ഇയറിലാണ്? അസസ്മെൻറ്റ് ഇയറിലാണ് നടക്കുക. ഓക്കെ, പ്രീവിയസ് ഇയറിൽ എന്തൊക്കെ ഇൻകം ആണോ ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ എന്തൊക്കെ ഇൻകം ആണോ ജനറേറ്റ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ മുകളിൽ ടാക്സ് ചാർജ് ചെയ്യുന്ന ഇയറാണ്. ഓക്കെ, ഈ ഇയറിനെയാണ് എന്താ പറയുന്നത്? അസസ്മെൻറ്റ് ഇയർ എന്ന് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ഇൻകം. എന്തൊക്കെയാണ് ഇൻകം? നമ്മൾ ഇൻകത്തിൻ്റെ മുകളിൽ ചാർജ് ചെയ്യും, ഇൻകത്തിൻ്റെ മുകളിൽ ടാക്സ് ചാർജ് ചെയ്യണം എന്നൊക്കെ പഠിച്ചു. അപ്പോൾ എന്തൊക്കെയാണ് ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ഇൻകം എന്ന് പറയുന്നത്? ഏതൊക്കെ ടൈപ്പ് ഓഫ് ഇൻകത്തിനെയാണ് നമുക്ക് ഇൻകം എന്ന് പറയാൻ പറ്റും എന്നാണ് സെക്ഷൻ 2(24) നമുക്ക് ഡിഫൈൻ ചെയ്ത് തരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്താണ്. അപ്പോൾ ഇൻകം പറയുന്നത് ആസ് പെർ ഡെഫിനേഷൻ ഇറ്റ് ഈസ് ദ മണി ഓർ മണീസ് വർത്ത്. ഇൻകം പറയുന്നത് മണി ഇൻ ടേംസ് ഓഫ് മണി ആവാം, അല്ലെങ്കിൽ മണിക്ക് പകരം മണിയുടെ വാല്യൂ ഉള്ള എന്തും എന്താണ് ഇൻകം ആണ് എന്ന് പറയുന്നത്. ഓക്കെ, റിസീവ് ഫ്രം എ ഡെഫിനൈറ്റ് സോഴ്സ്. അതൊരു ഡെഫിനൈറ്റ് സോഴ്സ് എന്നായിരിക്കണം കിട്ടിയിട്ടുണ്ടാവുക. അതേപോലെ എന്തെങ്കിലും ഒരു റെഗുലാരിറ്റി അതിൽ ഉണ്ടായിരിക്കണം. മീൻസ് എന്തെങ്കിലും ജോലി ചെയ്തിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഉദ്ദേശത്തോടു കൂടെ എന്തെങ്കിലും ഒരു ഫോം ഓഫ് റെഗുലാരിറ്റി ഉണ്ടെങ്കിൽ ഒരു സർട്ടൈൻ സോഴ്സ് നിന്ന് അല്ലെങ്കിൽ ഒരു ഡെഫിനൈറ്റ് സോഴ്സ് നിന്ന് ഒരാൾക്ക് മണിയോ അല്ലെങ്കിൽ മണീസ് വർത്ത് കിട്ടുന്നുണ്ടെങ്കിൽ അതെന്താണ് മണീസ് വർത്ത് എന്ന് പറയും? മണിക്ക് തുല്യമായ എന്തും ഓക്കെ അയാൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? അത് ഇൻകമായിട്ട് കണക്കാക്കണം എന്നാണ് ഇൻകം ടാക്സ് ആക്ട് നമ്മളോട് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇൻകത്തിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത് എന്തൊക്കെയാണ്? ഇൻകം എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ആവുന്നത്? പ്രോഫിറ്റ് ഓർ ഗെയിൻ ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ. പ്രോഫിറ്റ് ഓർ ഗെയിൻ ഒരു ബിസിനസ്സിൽ നിന്ന് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ പ്രൊഫഷനിൽ നിന്ന് ഉണ്ടാക്കുന്ന പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗെയിൻ എന്തായിരിക്കും? ഇൻകം ആയിരിക്കും. പിന്നെ എന്താണ്? ഡിവിഡൻഡ്, ഷെയർസ്. ഓക്കെ, ഷെയർസൊക്കെ നമ്മൾ മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കമ്പനീന് ഡിവിഡൻഡ് കിട്ടും, ഷെയർ ഹോൾഡേഴ്സിന്. അപ്പോൾ ആ ഡിവിഡൻഡും എന്താണ്? ഇൻകമാണ്. പിന്നെ വോളണ്ടറി കോൺട്രിബ്യൂഷൻ റിസീവ്ഡ് ബൈ എ ചാരിറ്റബിൾ ട്രസ്റ്റ്. വോളണ്ടറി കോൺട്രിബ്യൂഷൻ മീൻസ് എനിത്തിങ് ഇൻ ദ ഫോം ഓഫ് ഡൊണേഷൻ. എന്തെങ്കിലും ഫോം ഓഫ് ഡൊണേഷനായിട്ട് അല്ലെങ്കിൽ വോളണ്ടറി ആയിട്ട് ആരെങ്കിലും തരുന്നുണ്ടെങ്കിൽ, നമുക്കല്ല ചാരിറ്റബിൾ ട്രസ്റ്റിന് എന്തെങ്കിലും അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു റിലീജിയസ് ട്രസ്റ്റിനാണ് അത് കിട്ടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റിക്കാണെങ്കിൽ അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് സ്കോളർഷിപ്പൊക്കെ കൊടുക്കില്ലേ, സ്പോൺസർ ചെയ്യില്ലേ, അങ്ങനെ ആരെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് ചാരിറ്റി എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ അത് അതിൻ്റെ എന്തായിരിക്കും? ഇൻകമായിട്ട് ട്രീറ്റ് ചെയ്യണം എന്നാണ് ഇൻകം ടാക്സ് ആക്ട് പറഞ്ഞത്. നെക്സ്റ്റ് എന്താണ് ഇൻകം? വാല്യൂ ഓഫ് പെർക്യൂസൈഡ്സ്. സാലറിക്ക് പകരം കിട്ടുന്നതാണ് പെർക്യൂസൈഡ്സ്. അപ്പോൾ വാല്യൂ ഓഫ് പെർക്യൂസൈഡ്സ് കിട്ടാണ് അല്ലെങ്കിൽ ഒരു എംപ്ലോയിക്ക് അയാളുടെ പേഴ്സണൽ എക്സ്പെൻസസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സ്പെഷ്യൽ അലവൻസ് കിട്ടുന്നുണ്ടെങ്കിൽ അതൊക്കെ എന്താണ്? ഇൻകമായിട്ട് ട്രീറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. ഓക്കെ, അടുത്തത് എക്സ്പോർട്ട് ഇൻസെൻറ്റീവ്സ് ലൈക്ക് ഡ്യൂട്ടി ഡ്രോബാക്സ്, ക്യാഷ് കമ്പൻസേറ്ററി ആൻഡ് സെയിൽ ഓഫ് ലൈസൻസസ്. ലൈസൻസ് സെയിൽ ചെയ്തിട്ടോ അല്ലെങ്കിൽ ക്യാഷ് കമ്പൻസേറ്ററി ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസെൻറ്റീവ്സ് കൊടുത്തിട്ടുണ്ടെങ്കിലും അതും എന്താണ്? ഇൻകമായിട്ട് ട്രീറ്റ് ചെയ്യാം. പിന്നെ എന്തൊക്കെയാണ് ഇൻകമായിട്ട് ട്രീറ്റ് ചെയ്യേണ്ടത്? ഇൻട്രസ്റ്റ് വല്ലതും കിട്ടിയിട്ടുണ്ടെങ്കിൽ
സാലറി കിട്ടിയിട്ടുണ്ടെങ്കിൽ, ബോണസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ, കമ്മീഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പ് ഫോമിലുള്ള പാർട്ട്ണറിന് എന്തെങ്കിലും റെമ്യൂണറേഷൻ കിട്ടിയിട്ടുണ്ട്, പ്രോഫിറ്റിൻ്റെ റെമ്യൂണറേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അയാൾ ആക്റ്റീവ് പാർട്ട്ണറാണെങ്കിൽ അയാൾക്ക് സാലറി കിട്ടിയിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ആ റെമ്യൂണറേഷൻ പാർട്ട്നേഴ്സിന് കിട്ടുന്ന എല്ലാ തരമുള്ള റെമ്യൂണറേഷൻ എന്തായിരിക്കും, ഇൻകമായിട്ട് ട്രീറ്റ് ചെയ്യണം. പിന്നെ ക്യാപിറ്റൽ ഗെയിൻസ്, നമുക്ക് ക്യാപിറ്റൽ അസറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സെയിൽ ചെയ്തിട്ട് കിട്ടുന്നതാണ് ക്യാപിറ്റൽ ഗെയിൻസ്. അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ്സ് ആണ് ക്യാപിറ്റൽ ഗെയിൻസ്. അപ്പോൾ അങ്ങനെയുള്ള ക്യാപിറ്റൽ ഗെയിൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും എന്താണ്, ഇൻകം ആണ്. പിന്നെ എന്തൊക്കെയാണ്, പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഫ്രം ബിസിനസ് ഓഫ് ബാങ്കിങ് ക്യാരിഡ് ബൈ ഓൺ ആൻഡ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി വിത്ത് ഇറ്റ്സ് മെമ്പേഴ്സ്. ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി ബാങ്കിങ് ബിസിനസ് തുടരുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് എന്തായിരിക്കും, അതും ഇൻകം ആയിരിക്കും എന്നാണ് പറയുന്നത്. പിന്നെ എന്തൊക്കെയായിരിക്കും ഇൻകം, വിന്നിങ് ഓഫ് ലോട്ടറീസ്, ലോട്ടറി പെട്ടെന്ന് അടിച്ചു അല്ലെങ്കിൽ ലോട്ടറി കിട്ടി, ലോട്ടറി ജയിച്ചു, അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം എന്താണ്, അതും ഇൻകമാണ്. ക്രോസ് വേർഡ് പസിൽസ് കളിച്ചിട്ടോ അല്ലെങ്കിൽ ഹോഴ്സ് റേസ് കളിച്ചിട്ടോ, ഹോഴ്സ് റേസ് ചെയ്തിട്ടോ, അല്ലെങ്കിൽ കാർഡ് ഗെയിംസ് കളിച്ചിട്ടോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഗെയിംസ് ഗാംബ്ലിങ് അല്ലെങ്കിൽ ബെറ്റ് ചെയ്തിട്ടൊക്കെ കിട്ടുന്ന ഇൻകംസും എന്താണ്, ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യണമെന്നാണ് ഇൻകം ടാക്സ് ആക്ട് പറഞ്ഞത്. അടുത്തൊരു ഇൻകമാണ് ഡീംഡ് ഇൻകം. ഡീംഡ് ഇൻകം പറഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരാൾ ഇൻകം ഏർണിംഗ് പേഴ്സൺ ആണ്, പക്ഷെ അയാൾ ടാക്സിനെ പേടിച്ചിട്ട് ടാക്സ് വെട്ടിക്കാനായിട്ട് അയാളുടെ ഇൻകത്തിനെ മറ്റൊരാളുടെ പേർക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് വെക്കുന്നത്, അത് ഇൻ കേസ് അസസിംഗ് ഓഫീസറിൻ്റെ കണ്ണിൽ പൊട്ടിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ചാർജ് ബാക്ക് ടു ഹിം, അയാൾക്ക് തന്നെ വീണ്ടും ചാർജ് ചെയ്യപ്പെടുന്നു. അങ്ങനത്തെ ഒരു ഇൻകത്തിനെയാണ് എന്താ പറയുക, ഡീംഡ് ഇൻകം. ഓക്കെ, അപ്പം അങ്ങനെ ഒരു ഇൻകം ഉണ്ടെങ്കിലും അതെന്താണ്, ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യണം, അതിൻ്റെ മുകളിൽ ഇൻകം ടാക്സ് അടയ്ക്കണം എന്നാണ് ഇൻകം ടാക്സ് ആക്ട് നമ്മളുടെ അടുത്ത് നിർദ്ദേശിച്ചത്. നെക്സ്റ്റ് ഇൻകം പറയുന്നത് സം റിസീവ് ഫ്രം എംപ്ലോയർ ടോസ് PF, വെൽഫെയർ ഫണ്ട് ഓർ സൂപ്പർ ആനുവേഷൻ ഫണ്ട്. PF കിട്ടിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വെൽഫെയർ ഫണ്ട് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സൂപ്പർ ആനുവേഷൻ ഫണ്ട് മീൻസ് ഒരു എംപ്ലോയി ഇങ്ങനെ മാസം അതിൻ്റെ സാലറിയിൽ ഒരു പോർഷൻ എംപ്ലോയറിൻ്റെ അടുത്ത് ഡെപ്പോസിറ്റ് ആക്കി വെച്ചിട്ട് ഒന്നിച്ചിട്ട് റിട്ടയർമെൻറ്റ് സമയത്ത് മേടിക്കുന്ന ഒരു ഫണ്ടാണ് സൂപ്പർ ആനുവേഷൻ ഫണ്ട്. ഓക്കെ, PF പറയുന്നത് പ്രൊവിഡൻറ്റ് ഫണ്ടാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഫണ്ടുകൾ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ, ഒരു എംപ്ലോയിക്ക് കിട്ടുന്നുണ്ടെങ്കിൽ എംപ്ലോയറിൻ്റെ കയ്യിൽ നിന്ന് അതെന്താണ്, ഇൻകമായിട്ട് ട്രീറ്റ് ചെയ്യപ്പെടും. അടുത്തത് എമൗണ്ട് റിസീവ്ഡ് അണ്ടർ കീമാൻ ഇൻഷുറൻസ് പോളിസി. കീമാൻ ഇൻഷുറൻസ് പോളിസി എന്ന് പറയുന്നത് ഒരു എംപ്ലോയിക്ക് വേണ്ടിയിട്ട് ജോയിൻ ചെയ്യുന്ന ഒരു ഇൻഷുറൻസ് പോളിസിയാണ്. എംപ്ലോയിക്ക് വേണ്ടിയിട്ട് ജോയിൻ ചെയ്യുന്ന ഒരു ഇൻഷുറൻസ് പോളിസി തന്നെയാണ് കീമാൻ ഇൻഷുറൻസ് പോളിസി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു എമൗണ്ട് കിട്ടുന്നുണ്ടെങ്കിലും അതെന്താണ്, ഇൻകമായിട്ട് ചാർജ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഇൻകം റിസീവ്ഡ് അണ്ടർ എൻ എഗ്രിമെൻറ്റ്. ഒരു എഗ്രിമെൻറ്റ് നടന്നിട്ടുണ്ട്, അതിൽ പറയുന്നത് ഫസ്റ്റ് വൺ, നോട്ട് ക്യാരിയിങ് ഔട്ട് എനി ആക്ടിവിറ്റി. ഒരിക്കലും നീ ആ ഒരു ആക്ടിവിറ്റി ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് ഒരാൾക്ക് പൈസയോ മണീസ് വർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇൻകമാണ്. അതേപോലെ തന്നെ ഇൻ റിലേഷൻ ടു എനി ബിസിനസ്, എന്തെങ്കിലും ബിസിനസ് സംബന്ധമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് കൊടുത്ത amount. അല്ലെങ്കിൽ നമ്പർ ബി പറയുന്നത് നോട്ട് ഷെയറിങ് ദ നോ ഹൗ, രഹസ്യങ്ങൾ ചോർത്താതിരിക്കാൻ അല്ലെങ്കിൽ ഷെയർ ചെയ്യാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് കൊടുത്ത amount. റിഗാർഡിങ് പേറ്റൻസ് ഓഫ് കോപ്പിറൈറ്റ്, പേറ്റൻസ് ഓഫ് കോപ്പിറൈറ്റ്സ് എങ്ങനെയൊക്കെയാണ് വിളിച്ചിരിക്കുന്നത് എന്നുള്ളത് അതിൻ്റെ രഹസ്യങ്ങൾ പുറത്ത് പറയാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന amount. അങ്ങനെ ഒരു amount എന്തെങ്കിലും റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും എന്താണ്, അതൊരു എഗ്രിമെൻറ്റിന് മുകളിൽ അങ്ങനെ ഒരു amount റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഇൻകമാണ്. അടുത്തത് പറയുന്നത് ബെനിഫിറ്റ് ഓർ പെർക്യൂസൈഡ്സ് റിസീവ് ഫ്രം കമ്പനി. ഒരു കമ്പനിയിൽ നിന്ന് ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ടെങ്കിൽ, ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ പെർക്യൂസൈഡ് കിട്ടുന്നുണ്ടെങ്കിൽ ബൈ എ ഡയറക്ടർ, ഒരു ഡയറക്ടർക്ക് ഓർ എ പേഴ്സൺ ഹോൾഡിങ് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ്, അല്ലെങ്കിൽ ഒരു പേഴ്സൺ ആർക്ക് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ട് ആ കമ്പനിയിൽ. വാട്ട് ഡു യു മീൻ ബൈ സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ്? സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് മീൻസ് മോർ ദാൻ 20% ഓഫ് വോട്ടിംഗ് റൈറ്റ് ഉള്ള ഒരു മെമ്പർ. ഓക്കെ, 20%-ൻ്റെ കാട്ടിലും കൂടുതൽ ഷെയർസ് ഉള്ള ഒരു മെമ്പറിനെയാണ് നമ്മൾ എന്താ പറയുക, ഹി ഹാസ് ദ സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഇൻ ദ കമ്പനി. ഓക്കെ, 20% കൂടുതൽ വോട്ടിംഗ് റൈറ്റ് ഉള്ള ഒരു മെമ്പറാണ്, അയാൾക്ക് സബ്സ്റ്റാൻഷ്യൽ റൈറ്റ് ഉണ്ട് എന്നുള്ളത്, സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുള്ളത് നമുക്ക് പറയാം. അപ്പോൾ
അപ്പോൾ എ പേഴ്സൺ ഹോൾഡിങ് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരു പേഴ്സൺ അയാൾക്ക് വല്ല ബെനിഫിറ്റ്സോ അല്ലെങ്കിൽ പെർക്യൂസൈറ്റ്സോ കമ്പനിയിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ ആ ഒരു ബെനിഫിറ്റും പെർക്യൂസൈറ്റ്സ് എന്തായിരിക്കും ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. അടുത്തത് പറയുന്നത് ഗിഫ്റ്റ് റിസീവ് ചെയ്യുന്നുണ്ടെങ്കിൽ എക്സീഡ്സ് ₹50,000 50,000 മുകളിൽ ഗിഫ്റ്റ് എന്തെങ്കിലും റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ട് എന്തായിരിക്കും, ആ എമൗണ്ട് ഇൻകം ആയിട്ട് കണക്കാക്കിയിട്ട് അതിൻ്റെ മുകളിൽ ടാക്സ് ചാർജ് ചെയ്യും എന്നാണ് പറയുന്നത്. ഇത് ഭയങ്കര 50,000 means it's a large amount. So more than 50,000 ഗിഫ്റ്റ് ആർക്കെങ്കിലും റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചാർജബിൾ ടു ടാക്സ് ആണ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് എനി സം ഓഫ് മണി റിസീവ്ഡ് ഇൻ അഡ്വാൻസ് as advance or otherwise in course of negotiation for the transfer of capital asset. ഒരു ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും അഡ്വാൻസ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ എങ്കിൽ ആ ഒരു അഡ്വാൻസിൻ്റെ എമൗണ്ടും എന്താണ് ഇൻകം ആയിട്ട് ചാർജ് ചെയ്യും. ഡിസ്പൈറ്റ് ഫുൾ എമൗണ്ട് കിട്ടിയിട്ടില്ല, ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യാതെ തന്നെ ഒരു ടോക്കൺ എമൗണ്ട് ആയിട്ട് അഡ്വാൻസ് ഒക്കെ കിട്ടുമല്ലോ ലാൻഡൊക്കെ വിൽക്കുകയാണെങ്കിൽ. അപ്പോൾ ആ അഡ്വാൻസിൻ്റെ എമൗണ്ടും എന്താണ് ടാക്സബിൾ ഇൻകം ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ എന്തെങ്കിലും ഒരു സബ്സിഡി ഗവൺമെൻറ്റിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും ഗ്രാൻഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും എന്താണ് ഇൻകം ആയിട്ട് ചാർജ് ചെയ്യപ്പെടും, അതിൻ്റെ മുകളിൽ ടാക്സ് അടയ്ക്കേണ്ടി വരും. സോ ഇതൊക്കെയാണ് ഇൻകം. ഓക്കെ, ഇൻകം ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ഇൻകം ഒക്കെ നമുക്ക് ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യാമെന്നാണ് ഇൻകത്തിൽ നമുക്ക് ഡിഫൈൻ ചെയ്ത്. ഇനി നമുക്ക് അടുത്ത ഡെഫിനിഷനാണ് പേഴ്സൺസിനെ കുറിച്ച്. പേഴ്സൺ എന്ന് പറയുന്നത് സെക്ഷൻ 231 പ്രകാരം പേഴ്സൺ പറയുന്നത് കുറേ തരത്തിലുള്ള പേഴ്സൺ ആവാം. പേഴ്സൺ മീൻസ് ഇൻകം ഏർണിംഗ് ആളാണ് പേഴ്സൺ എന്ന കാറ്റഗറിയിൽ വരിക. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ പല തരത്തിലുള്ള പേഴ്സണുകൾ നമുക്ക് ഇൻകം ടാക്സ് ആക്ട് പ്രകാരം പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് വൺ ആണ് ഇൻഡിവിജ്വൽ മീൻസ് ഹ്യൂമൻ ബീയിങ്സ്. ഓക്കെ, അത് ഒരു സോൾ ട്രേഡർ ആവാം, അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ സാലറീഡ് പേഴ്സൺ ആവാം, ആര് വേണമെങ്കിലും അവരുടെയാണ് ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത്. അടുത്തതെന്ന് പറയുന്നത് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി. ഓക്കെ, ഹിന്ദു ഇത് പ്രകാരം പണ്ട് മുതലേ നടന്നു വരുന്ന ഒരു ഓർഗനൈസേഷനാണ്. മീൻസ് ആ ഫാമിലിയിൽ ഏറ്റവും മുതിർന്ന ആൾ കർത്ത എന്ന റോളിലാണ് ചെയ്യുക. നമ്മുടെ കമ്പനിയിലൊക്കെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ മാനേജിങ് ഡയറക്ടർ ഉണ്ടാവില്ലേ, ആ ഒരു പൊസിഷനിൽ പെർഫോം ചെയ്യുന്ന ആളിനെ കർത്ത എന്ന് പറയും. ഫാമിലിയിൽ ബാക്കിയുള്ള മെമ്പേഴ്സ് ഉള്ളത് എന്താ ചെയ്യുക, അവരാണ് ബിസിനസ് മാനേജ് ചെയ്തുകൊണ്ട് പോവുക. ഓക്കെ, അവർ തന്നെ ആയിരിക്കും എംപ്ലോയീസും, അവർ തന്നെ ആയിരിക്കും ബാക്കിയുള്ള മാനേജ്മെൻറ്റ് ആൾക്കാർ. അപ്പോൾ അങ്ങനൊരു ബിസിനസ് ഓർഗനൈസേഷൻ ആണ് പറഞ്ഞാൽ ഫാമിലിയിലും പുറത്തുള്ള ആൾക്കാർ ആരും ആ ബിസിനസ് ഓർഗനൈസേഷനിൽ മെമ്പർ ആവുന്നില്ല. അങ്ങനെ ഒരു ഹിന്ദു ഫാമിലീനെ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി എന്ന് പറയുന്നു. അടുത്തതാണ് കമ്പനി മീൻസ് നമ്മുടെ കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യുന്ന ഏത് കമ്പനിയും എന്താണ് ഒരു പേഴ്സണായിട്ട് ആണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. അടുത്തത് ഫേമിൽ പാർട്ട്ണർഷിപ്പ് ഫേം വരും. പിന്നെ നെക്സ്റ്റ് പറയുന്നത് അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് പറയുമ്പോൾ പേഴ്സണിൻ്റെ പേഴ്സണുകളുടെ അസോസിയേഷൻ. അപ്പോൾ ഈ പേഴ്സണുകളുടെ അസോസിയേഷൻ പറഞ്ഞാൽ മേ ബി അതൊരു ഇൻഡിവിജ്വൽ ആവാം, അല്ലെങ്കിൽ മേ ബി കമ്പനി ആവാം, മേ ബി ഫേം ആവാം. അവരുടെ ഒരു അസോസിയേഷനിലൂടെ ഉണ്ടാവുന്ന ഒരു സ്ഥാപനത്തിനെയാണ് അസോസിയേഷൻ ഓഫ് പേഴ്സൺ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ബോഡി ഓഫ് ഇൻഡിവിജ്വൽ സെയിം തന്നെയാണ്. ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് അസോസിയേഷൻ ഓഫ് പേഴ്സൺ, ബട്ട് ഡിഫറൻസ് ഇത്ര മാത്രം. ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ് ഒരു സ്ഥാപനം, പക്ഷേ അതിൽ വെറും ഇൻഡിവിജ്വൽസിന് മാത്രമേ എന്താവാൻ പറ്റുള്ളൂ, മെമ്പേഴ്സ് ആവാൻ പറ്റുള്ളൂ. അസോസിയേഷൻ ഓഫ് പേഴ്സണിൽ വേണമെങ്കിൽ ഇൻഡിവിജ്വൽസ് ആവാം, വേണമെങ്കിൽ കമ്പനി അല്ലെങ്കിൽ ഫേമും എന്താവാം അതിൽ ഒരു മെമ്പറായിട്ട് ആ ഒരു AOPയിൽ അല്ലെങ്കിൽ ആ AOP പറയുന്ന ഓർഗനൈസേഷനിൽ ഒരു കമ്പനിക്ക് വേണമെങ്കിലും മെമ്പർ ആവാം. പക്ഷേ ഇവിടെ ബോഡി ഓഫ് ഇൻഡിവിജ്വൽസിൽ ഓൺലി ഇൻഡിവിജ്വൽസ് മാത്രമേ മോർ ദാൻ വൺ ഇൻഡിവിജ്വൽസ് മാത്രമേ കൂടിയിട്ട് ഉണ്ടാക്കുന്ന ഒരു സ്ഥാപനമാണ് ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ്. ഇതിൽ വരുന്നതാണ് നമ്മുടെ ബാങ്കൊക്കെ. ഓക്കെ, സൊസൈറ്റി ഒക്കെ വരുന്നത് ഇതിലാണ്. ഓക്കെ, ബാങ്ക് അല്ല, സൊസൈറ്റി.
അടുത്തതാണ് ലോക്കൽ അതോറിറ്റി. ലോക്കൽ അതോറിറ്റി മീൻസ് നമ്മുടെ റൂളിംഗ് അതോറിറ്റി, നമ്മുടെ ഏരിയയിലുള്ള റൂളിംഗ് അതോറിറ്റി ലൈക്ക് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, ഇവരൊക്കെ എന്താണ് നമ്മുടെ ലോക്കൽ അതോറിറ്റിയിലാണ് അവർ ആസ് എ പേഴ്സൺ ട്രീറ്റ് ചെയ്യപ്പെടും. അടുത്തത് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ. ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ പറയുന്നത് ഈ പറയുന്ന പേഴ്സണുകളിൽ ഉൾപ്പെടാത്ത ആൾക്കാരാണ് AJPയിൽ ഇൻക്ലൂഡ് ചെയ്യുക. അതിൽ കോർട്ട് അല്ലെങ്കിൽ കോർട്ട് വരും, ഗോഡ് വരും, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റീസ് വരും. അപ്പോൾ അങ്ങനത്തെ ഉള്ള സ്ഥാപനങ്ങളൊക്കെ എന്താണ് ഈ ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യപ്പെടുക. ഓക്കെ, സോ എന്തൊക്കെയാണ് പേഴ്സൺസ് ഉള്ളത്? ഇൻഡിവിജ്വൽ, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി, കമ്പനി, ഫേം, association of person, body of individual, local authority and artificial judicial person. അടുത്തത് പറയുന്നത് പ്രീവിയസ് ഇയർ ആണ്. പ്രീവിയസ് ഇയർ എന്താണ്? പ്രീവിയസ് ഇയർ സെക്ഷൻ 234 പ്രകാരം പ്രീവിയസ് ഇയർ പറയുന്നത് ഇറ്റ് ഈസ് ദ ഫിനാൻഷ്യൽ ഇയർ. ഇതൊരു ഫിനാൻഷ്യൽ ഇയർ ആണ് ഇൻ വിച്ച് ഇൻകം ഈസ് ഏൺ. അതിൽ ഇൻകം ഏൺ ചെയ്യുന്ന ഒരു വർഷത്തിനെയാണ്, ഒരു ഫിനാൻഷ്യൽ ഇയറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ പീരിയഡ് ഓഫ് 12 months. ഇതിൽ 12 months പീരിയഡ് ആയിരിക്കും. ഇമ്മീഡിയറ്റ്ലി പ്രസീഡിങ് ദ അസസ്മെൻറ്റ് ഇയർ. അസസ്മെൻറ്റ് ഇയറിൻ്റെ തൊട്ട പ്രസീഡിങ് ഇയർ ആയിരിക്കും പ്രീവിയസ് ഇയർ. ഓക്കെ, അതേപോലെ തിരിച്ച് നമ്മൾ പ്രീവിയസ് ഇയറിൽ പഠിച്ചു ജസ്റ്റ് ആഫ്റ്റർ ദ പ്രീവിയസ് ഇയർ, ജസ്റ്റ് ആഫ്റ്റർ ദ പ്രീവിയസ് ഇയർ ആണ് അസസ്മെൻറ്റ് ഇയർ എന്ന് പഠിച്ച്. ഇവിടെ ജസ്റ്റ് പ്രിസീഡിങ് ദ അസസ്മെൻറ്റ് ഇയർ ആണ് പ്രീവിയസ് ഇയർ എന്ന് പഠിക്കുന്നു അല്ലേ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ജനറൽ റൂൾ ഫോർ അസസ്മെൻറ്റ് ഓഫ് ടാക്സ്. എന്താണ് ടാക്സ് അസസ് ചെയ്യാനുള്ള ജനറൽ റൂൾ? എപ്പോഴും എന്താണ് പ്രീവിയസ് ഇയറിൽ ഏൺ ചെയ്ത ഇൻകം ടാക്സ് ചാർജ് ചെയ്യപ്പെടും ഇൻ ദ അസസ്മെൻറ്റ് ഇയറിൽ ടാക്സ് ചാർജ് ചെയ്യും. എപ്പോഴും എങ്ങനെയാണ്? ഇൻകം പ്രീവിയസ് ഇയറിൽ ഏൺ ചെയ്ത ഇൻകം അസസ്മെൻറ്റ് ഇയറിൽ ടാക്സ് കണക്കാക്കപ്പെടും. അതാണ് ജനറൽ റൂൾ ഓഫ് അസസ്മെൻറ്റ് ഓഫ് ടാക്സ്. വീണ്ടും പറയുന്നു, പ്രീവിയസ് ഇയറിൽ ഏൺ ചെയ്ത ഇൻകം അസസ്മെൻറ്റ് ഇയറിൽ ടാക്സ് ചാർജ് ചെയ്യപ്പെടും. അതാണ് ജനറൽ റൂൾ ഓഫ് അസസ്മെൻറ്റ് ഓഫ് ടാക്സ്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് എക്സെപ്ഷൻസ് ടു ദി ജനറൽ റൂൾ. ജനറൽ റൂൾ എപ്പോഴും എന്താ മനസ്സിലാക്കുന്നത്? പ്രീവിയസ് ഇയറിൽ ഏൺ ചെയ്യുന്ന ഇൻകം നെക്സ്റ്റ് ഇയറിൽ അത് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യപ്പെടും എന്നുള്ളത് പഠിച്ച റൂളിൻ്റെ എക്സെപ്ഷൻ മീൻസ് അതിനുള്ള ഷോർട്ട് ഫോൾസ് എങ്ങനത്തെ കണ്ടീഷൻസിലായിരിക്കും വരുന്നുണ്ടാവുക. ഫസ്റ്റ് വൺ, ഇൻകം ഫ്രം ദ നോൺ റെസിഡൻസ് ഫ്രം ഷിപ്പിംഗ് ബിസിനസ്. ഷിപ്പിംഗ് ബിസിനസ് അറിയാലോ, വർഷത്തിൻ്റെ പകുതിയോളം അവർ എന്തായിരിക്കും? ഓഷ്യനിലായിരിക്കും, അല്ലെങ്കിൽ കടലിൻ്റെ ഉള്ളിലായിരിക്കും. അപ്പോൾ നമുക്ക് അവരുടെ മുകളിൽ ടാക്സ് ചാർജ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആ ഒരു ഷിപ്പിംഗ് ബിസിനസ് ഉള്ള കാരണം കൊണ്ടാണ് അവർക്ക് പ്രീവിയസ് ഇയർ എപ്പോഴും എന്തായിരിക്കും? അസസ്മെൻറ്റ് ഇയർ തന്നെ ആയിരിക്കും. പ്രീവിയസ് ഇയർ ഈസ് ഓൾവേസ് ഈക്വൽ ടു അസസ്മെൻറ്റ് ഇയർ. പ്രീവിയസ് ഇയർ ഏതാണോ അത് തന്നെയാണ് അസസ്മെൻറ്റ് ഇയർ. അപ്പോൾ ടൈപ്പ് ഓഫ് ബിസിനസ്, ഈ എക്സെപ്ഷൻസ് എന്താണ് നോക്കിയിട്ട് വേണം നമ്മൾ പ്രീവിയസ് ഇയർ അസസ്മെൻറ്റ് ഇയർ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. അടുത്തൊരു എക്സെപ്ഷൻ കേസ് പറയുന്നത് പേഴ്സൺസ് ലിവിങ് ഇന്ത്യ വിട്ടു പോകുന്നവർ. അവർക്ക് നമ്മൾ ടാക്സ് പിന്നെ വന്നിട്ട് ചാർജ് ചെയ്യാനൊന്നും പറ്റില്ല. അത് കാരണം കൊണ്ട് ഇന്ത്യ വിട്ടു പോകുന്നതിൻ്റെ മുമ്പ് തന്നെ അവരുടെ ടാക്സ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്ത് അവരിന് ആ സമയത്ത് ആ ഒരു പ്രീവിയസ് ഇയറിൽ തന്നെ അവരിനെ കൊണ്ട് ടാക്സ് അടപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ ആ സമയത്തും പ്രീവിയസ് ഇയർ ഈസ് ഓൾവേസ് ഈക്വൽ ടു അസസ്മെൻറ്റ് ഇയർ. നെക്സ്റ്റ് പറയുന്നത് ഇൻകം ഓഫ് പേഴ്സൺ ലൈക്ലി ടു ട്രാൻസ്ഫർ അസറ്റ് ടു അവോയ്ഡ് ടാക്സ്. ഒരാൾ മറ്റൊരാളുടെ പേരിൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ സമയത്തും ടാക്സ് എന്തായിരിക്കും? ആ സമയത്തും നമ്മൾ അതേ വർഷം തന്നെ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിനെ കൊണ്ട് സെറ്റിൽ ചെയ്യിപ്പിക്കും. ആ സമയത്തും പ്രീവിയസ് ഇയർ ഈസ് ഓൾവേസ് ഈക്വൽ ടു അസസ്മെൻറ്റ് ഇയർ. പിന്നെ അടുത്തൊരു കണ്ടീഷൻ പറയുന്നത്, എക്സെപ്ഷൻ പറയുന്നത് ഇൻകം ഓഫ് ഡിസ്കണ്ടിന്യൂസ് ബിസിനസ് ഡിസ്കണ്ടിന്യൂ ആവുകയാണ്, അല്ലെങ്കിൽ പ്രൊഫഷൻ ഡിസ്കണ്ടിന്യൂ ആവുക, അല്ലെങ്കിൽ വൊക്കേഷൻ ഡിസ്കണ്ടിന്യൂ ആവുന്ന എന്തൊരു ബിസിനസ് അല്ലെങ്കിൽ പ്രൊഫഷൻസ് ഒക്കെ എന്താണ് ആ വർഷം തന്നെ പ്രീവിയസ് ഇയർ ആ വർഷം തന്നെ ടാക്സ് അവരെ കൊണ്ട് അടപ്പിച്ചിട്ട് ആ ബിസിനസ് അടയ്ക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. ആ സമയത്ത് പ്രീവിയസ് ഇയർ ഈസ് ഓൾവേസ് ഈക്വൽ ടു അസസ്മെൻറ്റ് ഇയർ. അപ്പോൾ ഇത്രയൊക്കെയാണ് പ്രീവിയസ് ഇയറിനെ കുറിച്ചിട്ട്. ഓക്കെ.